നമസ്കാരം, ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് വൃക്കയുടെ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മൾ മൂത്ര ടെസ്റ്റുകൾ, യൂറിൻ അനാലിസിസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് യൂറിൻ അനാലിസിസിൽ പ്രധാനം വരുന്നത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ചെയ്യുന്നത് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലാണെങ്കിലും അത് വൃക്ക തകരാറിൻ്റെ ഒരു ലക്ഷണമാകാം. കാരണം മൂത്രത്തിൽ ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്ക് അമിതമായ പ്രോട്ടീൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കാം. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ മൂത്രത്തിൽ തടസ്സം വരുന്നത് മൂത്രത്തിൽ ആൽബുമിൻ ലെവൽ കൂടുമ്പോഴത്തേക്കായിരിക്കും. അത് നമുക്ക് രക്തത്തിൽ ബ്ലഡ് യൂറിയം ക്രിയേറ്റിന് കൂടുമ്പോഴാണ് നമ്മൾ സാധാരണ വൃക്ക തകരാർ നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു 50% തകരാർ വന്ന ശേഷമേ ബ്ലഡ് യൂറിയം ക്രിയേറ്റിന് കൂടാറുള്ളൂ. നേരെ മറിച്ച് മൂത്രത്തിൽ ആൽബുമിൻ ലെവൽ ചിലപ്പോൾ നേരത്തെ തന്നെ നമുക്ക് വൃക്ക ഡാമേജിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആൽബുമിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിലും യൂറിൻ മൈക്രോ ആൽബുമിനൂർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മൂത്രത്തിൽ ആൽബുമിൻ ക്രിയേറ്റിൻ റേഷ്യോ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 300ൻ്റെ മേലാണെങ്കിൽ നമുക്ക് ഒരു ക്ലൂ കിട്ടും. ചിലപ്പം ഇത് ആദ്യ ഘട്ടത്തിൽ വൃക്ക ഡാമേജിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. പിന്നെ ഉള്ളത് മൂത്രത്തിൽ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ മൂത്രത്തിൽ രക്തമയം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മൂത്രത്തിൽ കളർ സാധാരണ രക്തം കൂടുതൽ മൂത്രത്തിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമാണ്. അതിൽ ചിലപ്പോൾ മൂത്രത്തിൽ കളർ കാണും, രക്തമയോ അല്ലെങ്കിൽ കറുപ്പ് നിറമായിട്ട് കണ്ടെന്ന് വരാം. പക്ഷേ ചിലപ്പം ആദ്യ ഘട്ടത്തിൽ ചിലപ്പോൾ മൂത്രത്തിൽ വലിയ കളർ വ്യത്യാസം വരത്തില്ല. നേരെ മറിച്ച് നമ്മൾ മൂത്രം മൈക്രോസ്കോപ്പിൻ്റെ അടി നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വരുന്നത് മൂത്രത്തിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്ത സെൽസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് പറഞ്ഞൊരു അസുഖം കൊണ്ട് വരാം. പിന്നെ മൂത്രത്തിൽ കല്ല് കൊണ്ട് വരാം. പിന്നെ ചിലതരം ക്യാൻസേഴ്സ് കൊണ്ടും ഹീമച്യൂറിയ മൂത്രത്തിൽ രക്തമയം നമുക്ക് കണ്ടെന്ന് വരാം. പിന്നെ ഉള്ളത് മൂത്രത്തിൽ പഴുപ്പ് നമ്മൾ സാധാരണ നോക്കുവാണെങ്കിൽ ആണുങ്ങൾക്ക് ഒരു 3 പസൽസ് പെർ ഹൈപ്പവർ ഫീൽഡ് ഒരുമാതിരി നോർമലാണ്. അത് കൂടുതലാണെങ്കിലേ ഉള്ളൂ പ്രശ്നങ്ങൾ. സ്ത്രീകളാണെങ്കിൽ 5 പസൽസ് കൂടുതൽ ഹൈപ്പവർ ഫീൽഡ് കിട്ടുവാണെങ്കിൽ അത് ചിലപ്പം ഒരു പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങളാകാം. സാധാരണ ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് സാധാരണ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ടാണ്. മൂത്രത്തിൽ ചിലപ്പം നീറ്റിൽ കാണാം, ചിലപ്പം പനി കിടുങ്ങൽ വിരൽ വരാം. പിന്നെ മൂത്രത്തിൽ ശരീരത്തിൽ കിഡ്നി ട്രാക്കിൽ എവിടെയെങ്കിലും ഒരു കല്ലുണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് കണ്ടെന്ന് വരാം. പിന്നെ ചിലതരം ഇൻഫെക്ഷൻസ് TB പോലുള്ള അസുഖങ്ങളിൽ മൂത്രത്തിൽ പഴുപ്പ് കണ്ടെന്ന് വരാം. പിന്നെ നമ്മൾ നോക്കുന്നത് മൂത്രത്തിൽ മൈക്രോസ്കോപ്പിയിലെ കാസ്റ്റ്. ഇപ്പോൾ തന്നെ രക്തമയമുള്ള സെൽസ് വന്നിട്ട് അതിനകത്ത് കാസ്റ്റായിട്ട് കാണാം. അപ്പോൾ RBC കാസ്റ്റ് സാധാരണ വരുന്നത് ഗ്ലോമറുലർ ഡിസീസ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അതേസമയം WBC കാസ്റ്റ് വരുന്ന സാധാരണ കിഡ്നിക്കകത്ത് വരുന്ന ഇൻഫെക്ഷൻ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം കൊണ്ടാണ് WBC കാസ്റ്റ് കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന പലതരം ക്രിസ്റ്റൽസ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതൽ ലക്ഷണങ്ങളാകാം. അവർക്ക് ചിലപ്പം ഇങ്ങനത്തെ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖങ്ങൾ വരാം. അപ്പോൾ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ യൂറിക് ആസിഡ് സ്റ്റോൺ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് അതിൽ തെളിയത്തില്ല. കാരണം അത് ട്രാൻസ്പെറൻ്റ് ആണ്. അത് നമ്മൾ മൂത്രത്തിൽ നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ചിലപ്പം കൂടുതൽ കണ്ടെന്ന് വരാം. അതേപോലെ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഇവർക്കൊക്കെ ഉള്ളവർക്ക് ചിലപ്പം മൂത്രത്തിൽ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സസ്പിഷൻ കാണാം, ഇവർക്ക് ചിലപ്പം വൃക്കകൾക്ക് കല്ല് വരാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന്. പിന്നെ ഉള്ളത് ചിലതരം ഇൻഫെക്ഷൻസ്. നമുക്ക് ചിലപ്പം ബാക്ടീരിയയൊക്കെ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ടീരിയ ചിലപ്പം ബാസിലിൽ തന്നെ കാണാം. ചിലപ്പം അതിൻ്റെ ഇൻഫെക്ഷൻ്റെ വേറെ ലക്ഷണം ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് എന്ന് പറഞ്ഞ് മൂത്രത്തിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് യൂറിൻ കൾച്ചർ ചെയ്യുകയാണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ചിലപ്പം കൾച്ചേഴ്സ് ചില സ്ഥലത്ത് നമുക്ക് ചിലപ്പം ആൻറ്റിബയോട്ടിക്കൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൾച്ചറിനകത്ത് കിട്ടത്തില്ല. പക്ഷേ ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിച്ചാലും നമുക്ക് ഈ ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പസൽ കാസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളാണ്. കൾച്ചർ ചിലപ്പം നെഗറ്റീവ് ആയാലും പോലും. അപ്പോൾ ഇങ്ങനത്തെ മൂത്രത്തിൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് പലതരം വൃക്ക തകരാറ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പിന്നെ ഭാവി ചികിത്സ ഇതിൽ ഒത്തിരി സഹായം ചെയ്തു തരും. നന്ദി, നമസ്കാരം.